പോലീസ് ഇവിടേക്ക് വന്നതാണ്, കൽപ്പറ്റ പോലീസ്. ഇവിടെ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തി ആണ് കൊണ്ടുപോയത്. എത്ര മക്കളാ? ഇത് മൂത്താളാ? പോലീസുകാർ വന്നോ ഇവിടെ? അങ്ങോട്ട് വിളിപ്പിക്കുക ചെയ്ത് അവരിങ്ങോട്ട് വന്നിട്ടില്ല. ഇങ്ങോട്ട് വേറെന്തെങ്കിലും പറഞ്ഞു പോലീസുകാർ? മറ്റൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞല്ലേ? പക്ഷെ മരണത്തിൽ നിങ്ങൾക്ക് സംശയം ഇല്ലേ? കൃത്യമായ സംശയമല്ലേ ഇല്ലേ? നമുക്ക് അതിന് പരാതി എല്ലാവരും കൂടി കൊടുക്കണ്ടേ? ഗോകുലിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഒരു ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് അന്വേഷണം വേണമെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയോട് ഞാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ മരണത്തിൽ ആത്മഹത്യ ദുരൂഹതയുണ്ട്. ഇപ്പം ഞാൻ രാവിലെ ഗോകുലിൻ്റെ മാതാവും സഹോദരങ്ങളും ബന്ധുക്കാരുമായി സംസാരിച്ചു. ഗോകുലിനെ തലേ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൽപ്പറ്റ സ്റ്റേഷനിൽ കൊണ്ടുവരികയും ഗോകുൽ അവിടെ വെച്ച് ആത്മഹത്യ ചെയ്ത സംഭവവുമായി ബന്ധപ്പെട്ട് വീട്ടുകാരെ വിവരമറിയിച്ചില്ല. വിവരമറിയുന്നത് അവർ തലേന്ന് അമ്പലവയൽ പോലീസ് സ്റ്റേഷനിൽ വെച്ച് സഹോദരിയോട് പറഞ്ഞു, നിങ്ങളുടെ സഹോദരൻ വന്നിട്ടുണ്ട്, രാവിലെ വന്ന് കൂട്ടി പോകണമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ കൽപ്പറ്റയ്ക്ക് പോകുന്നത്. കൽപ്പറ്റ ചെന്നിട്ടും സ്റ്റേഷനിൽ എത്തിയിട്ട് ഈ മരണവിവരം അവർ അറിയിച്ചിട്ടില്ല. മരണവിവരം പിന്നീട് അറിഞ്ഞെങ്കിൽ പോലും ആ ബോഡി ഇവരെ കാണിക്കാൻ വിസമ്മതിച്ചു എന്നുള്ളതാണ് ഇവരെ പരാതി. മാത്രമല്ല ഇതിൽ വളരെ ഗൗരവമായി കാണേണ്ടതുണ്ട്. ഈ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന് തന്നെയാണ് ഗോകുലിൻ്റെ അമ്മ, ഓമന, സഹോദരങ്ങളും പറയുന്നത്. അതുകൊണ്ട് ഇത് സാധാരണ അന്വേഷണങ്ങൾ പോലെ പറ്റില്ല. പോലീസ് ഇവിടേക്ക് വന്നതാണ്. പോലീസ് അവിടെ മുകളിൽ വന്നിട്ട് പോലീസ് പറഞ്ഞു, ഞങ്ങളെ ഫോണൊക്കെ വാങ്ങി കൈ വെച്ചിട്ട് പോലീസ് തരാണ്ട് പോലീസ് കയ്യിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു അവരോട് പരാതി ഞാൻ കൊടുക്കും എന്ന് പറഞ്ഞപ്പം പോലീസുകാർ വേഗം ഫോൺ തിരിച്ചു തന്നു. പോലീസ് തിരിച്ചു തന്നിട്ട് തൊട്ടടുത്ത വീട്ടിൽ വന്നിട്ട് ആ പിള്ളേരെ ഫോൺ കംപ്ലീറ്റും വാങ്ങി കൈ വെച്ചിട്ട് അവർ നേരെ കൽപ്പറ്റയ്ക്ക് കൊണ്ടുപോയത്. ഇവിടെ വീട്ടിൽ വന്നിട്ട് ഭീഷണിപ്പെടുത്തി ആണ് കൊണ്ടുപോയത്. എവിടുത്തെ പോലീസാണ് വന്ന് ഫോൺ മേടിച്ചിരിക്കുന്നത്? കൽപ്പറ്റ പോലീസ്. അത് വന്നിട്ട് ഗോകുലിനെ കൈ കിട്ടിയാൽ ഞങ്ങൾ ഇല്ലാണ്ട് ആക്കുമെന്ന് തന്നെ അവർ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ തന്നെ പറയാം പോലീസുകാർ പറഞ്ഞു. ഈ പറഞ്ഞ പോലീസിനെ കണ്ടാ അറിയോ? അങ്ങനെ കണ്ടാ തിരിച്ചറിയും, എല്ലാവർക്കും അറിയാം. ഇവിടെ കോളനിയില് കണ്ട പോലീസുകാരെല്ലാവരും ഉണ്ട്. കണ്ടാൽ തിരിച്ചറിയും. അവർ 5 ആള് വന്നിട്ടുണ്ട്. 5 പോലീസുകാരും കണ്ടാൽ തിരിച്ചറിയാം. SIO CIO ആരോന്ന് അറിയോ? CA തോന്നുന്നുണ്ട് അയാള്. SI അപ്പുറത്തുണ്ടായിരുന്നു, ഇപ്പുറത്ത് CA ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ സമഗ്രമായ അന്വേഷണം വേണമെന്ന് ഈ കാര്യത്തിൽ ആവശ്യപ്പെടുന്നത്. പിന്നെ പ്രായത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒരു പട്ടികവർഗക്കാരന് ഇപ്പോഴത്തെ നിയമാനുസൃതമായ നിയമങ്ങൾ, വിവാഹപ്രായത്തിൻ്റെ നിയമങ്ങൾ ഗവൺമെൻറ് കൊണ്ടുവന്ന് എങ്ങനെയാണെന്നുള്ളത്